നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നിർണായകമായ ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൽ ഇതങ്ങ് മുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ മുങ്ങിപ്പോകേണ്ട ഒരു കാര്യമല്ല. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എൻ വാസുവിൻ്റെ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. വാസു അറസ്റ്റിലാകുമ്പോൾ CPM കേന്ദ്രങ്ങളാണ് വിറയ്ക്കുന്നത്. കാരണം വാസുവിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് ഏതൊക്കെ പേരുകൾ പുറത്തേക്ക് വരും എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുരാരി ബാബുവിനെയും പോറ്റിയെയും ഒക്കെ അറസ്റ്റ് ചെയ്യാൻ SITക്ക് അധിക താമസമൊന്നും വേണ്ടി വന്നില്ല, ഒന്ന് ആലോചിക്കേണ്ടി പോലും വന്നില്ല. പക്ഷേ വാസുവിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് ഇവർക്ക് ഒരു ആലോചനയുടെ ആവശ്യം വേണ്ടി വന്നു. അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ, കുറേ ദിവസങ്ങളായി അറസ്റ്റ് ഉണ്ടാകും എന്നൊക്കെയുള്ള തരത്തിൽ. പക്ഷേ ഏറെ വൈകി ഇന്നിപ്പോൾ വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഒരുപക്ഷേ AKG സെൻറ്ററിൽ നിന്ന് അനുമതി കിട്ടിയിട്ടുണ്ടാകും. ഇനി അറസ്റ്റ് ചെയ്തോളൂ. കാരണം പിണറായി വിജയന് മുൻപിൽ ഇനി ആകെ ഉള്ള ഒരു പോംവഴി വാസുവിനെ ചാവേറായി ഇട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഈ മുരാരി ബാബുവും പോറ്റിയും ഒന്നും അല്ല ഇതിലുള്ള മീനുകൾ എന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. കൂടിപ്പോയാൽ വാസുവിനെ വരെ ഇട്ടുകൊടുക്കും. അതിന് മുകളിലേക്ക് പോകരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം SITക്ക് കൊടുത്തിട്ടായിരിക്കാം എന്തായാലും ഇപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയവും കൂടി നമ്മൾ നോക്കണം. അതായത് സ്ഫോടനം നടന്ന അതിൻ്റെ വാർത്തകൾ ചാനലുകളിൽ നിറയുന്ന ഘട്ടത്തിൽ തന്നെ വാസുവിനെ ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ അധികം ഒരു വലിയ ഒരു വാർത്തയായി ഇത് മാറരുത്. ആ ഒരു കളി കൂടിയാണോ CPM കളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും വാസു അറസ്റ്റിലായിരിക്കുന്നു. വാസുവിൻ്റെ ചില മൊഴികൾ വലിയ കോമഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസു തന്നെ പറയുന്നത് ഈ സ്വർണം ചെമ്പ് എന്നെഴുതിയത് വാസുവാണെന്നുള്ളത് കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും മൊഴി അത് തന്നെയാണ്. വാസു ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എനിക്കത് ഓർമ്മയില്ല എന്നാണ്. അപ്പോൾ മാരക രോഗമാണ് എന്ന് കഴിഞ്ഞ ദിവസം വാസു പറഞ്ഞിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കുറച്ച് സമയം തരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അൾസൈമേഴ്സ് എന്തെങ്കിലും ആകാനാണ് സാധ്യത. എന്ത് തോന്നുന്നു? അല്ല, അത് പ്രക്ഷോഭ പറയുന്നതിന് മുമ്പ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഏഷ്യൻ ന്യൂസ് ആണ് തോന്നുന്നു ഫസ്റ്റ് ബ്രേക്കും പുറത്തു വിട്ടത്. അപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആ കാറിനകത്തുള്ള ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഇതേ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇരിപ്പ് കാണുമ്പോൾ എന്തോ ഒരു മറവി രോഗം ബാധിച്ച ആദ്യം മറ്റേ യഥാർത്ഥ സഖാവ് പറയുന്നതുകൊണ്ട് എൻ്റെ ആശയങ്ങൾ, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ചടുലമായ ഭാഷയിൽ സംസാരിച്ച വാസുവിനെ അല്ല ഇന്ന് കാറിനകത്ത് ഇരിക്കുന്ന അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വാസുവിനെ കാണുന്ന വളരെ നിഷ്കളങ്കനായ ഒന്നും അറിയാത്ത ഒരു സാധുവിനെ പോലെ പരസ്പരം ആൾക്കാരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത എങ്ങോട്ടോ കൊണ്ടുപോകുന്ന ഒരു കൊച്ചുകുട്ടി എങ്ങനെ ഇരിക്കുന്നത് അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രക്ഷോഭ പറയുന്നതിന് മുമ്പേ അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചില്ല. മിക്കവാറും അടുത്ത ഒരു സാധ്യത എനിക്ക് മറവി രോഗമാണ് എന്നുള്ള തരത്തിൽ എടുത്തിടാൻ സാധ്യതയുണ്ട്. അതിന് മുന്നേ പ്രക്ഷോഭ ഇടയ്ക്ക് പറഞ്ഞില്ലേ, ഇന്നലെ നമുക്ക് ചെങ്കോട്ടയിൽ നടന്ന വലിയൊരു സ്ഫോടനം. ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം അതിൻ്റെ പുറകിൽ തീ കത്തി നിൽക്കുകയാണ്. ജനമെല്ലാം അങ്ങോട്ട് തിരിയാണ്. കാരണം പഹൽഗാം, ഓപ്പറേഷൻ സിന്ദൂർ ഇതൊക്കെ നിന്നും മനുഷ്യർ നമ്മുടെ രാജ്യത്തിൻ്റെ ഇടയിൽ ഒരു മുറിവായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇന്നലെ ചെങ്കോട്ടയിലുണ്ടായ ഈ ഒരു ആക്രമണം. അതിൽ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ മാധ്യമങ്ങൾ എടുത്തിടുന്നുണ്ടെങ്കിൽ തന്നെയും ജനങ്ങളുടെ ഇടയിൽ പോകുന്ന ഇമ്പാക്റ്റ് മറ്റേതാണ്. ഇത് വല്ലാത്തൊരു സ്ട്രാറ്റജിയാണ് പ്രക്ഷോഭ. കാരണം തെരഞ്ഞെടുപ്പ് വരെ ഇനി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് 1.5 ആഴ്ചയും കൂടെ ഉള്ളൂ. ഇവർ മാക്സിമം വലിച്ചിണ്ണി പിടിച്ച് നിർത്താൻ ശ്രമിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും ഇതൊന്നും ആ ഒരു വോട്ട് കുത്തുന്നത് വരെയെങ്കിലും ആ ദിവസം വരെയെങ്കിലും ഒന്ന് നീണ്ടിരുന്നെങ്കിൽ എന്ന് പിണറായി വിജയൻ വല്ലാണ്ടൊന്ന് ആഗ്രഹിച്ചു പോയി, കടകംപള്ളി ഉൾപ്പെടെയുള്ളത്. പക്ഷേ SIT ആണ് അന്വേഷിക്കുന്നത്. ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്ന ഹൈക്കോടതിയാണ്. നമ്മൾ എല്ലായ്പ്പോഴും ഹൈക്കോടതിയൊക്കെ വിമർശിക്കാറുണ്ട്. പല കേസുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ എന്തിനാണ് ഇത്തരത്തിലുള്ള വിധികൾ ഉള്ളത്. പക്ഷേ ശബരിമല വിഷയവുമായി വന്നപ്പോൾ ഹൈക്കോടതിക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. ഈ ഒരു കള്ളത്തരം അവിടെ നടന്നിട്ടുണ്ട്, കോടികളുടെ മുതലാണ്. ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് ദ്വാരപാലക ശില്പവും പാളികളും മാത്രമാണ്. അതിനപ്പുറം വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത് കോടികളുടെ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വരെ ഈ കള്ളക്കടത്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എത്രയെന്ന് പറഞ്ഞാലും ഹൈക്കോടതിയിൽ നിൽക്കത്തില്ല ഈ ഒരു കേസ്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി വീണ്ടും ഒരു വിമർശന തരത്തിലേക്ക്, ഹൈക്കോടതിയുടെ ഒരു എന്താ പറയുന്നത്, ഒരു വിമർശനം ഒരു കോടതിക്ക് നേരെ ഒരു സുപ്രീം കോടതി ഉതിർത്ത് വിടുമ്പോൾ അത് നാണക്കേട് അവിടെ ഇരിക്കുന്നവർക്കാണ്, ആ ഒരു പാനലിനാണ്. അപ്പോൾ അത്തരത്തിലേക്ക് CBI NIA അന്വേഷണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒന്നാമത് ഇപ്പോഴത്തെ നമ്മുടെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് ഹൈക്കോടതിക്ക് അറിയാം. മാത്രമല്ല ഇതൊരു വിശ്വാസ സമൂഹത്തിനെതിരെയുള്ള നീക്കങ്ങളായിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർ ഉൾപ്പെടെ ഇടപെട്ട ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടുമാണ് അന്വേഷണം ആദ്യം മുതൽ ഈ നിമിഷം വരെ. വെള്ളം ചേർക്കാൻ കഴിയത്തില്ല. SITയിലെ ചില ഉദ്യോഗസ്ഥർ പോലും CPM അനുഭാവികളായിട്ട് പോലും ഒരു കൃത്യതയോടു കൂടിയാണ് ഓരോ ഘട്ടവും മുന്നോട്ട് പോയത്. വാസുവിന്റെ അടുക്കൽ വന്നപ്പോൾ ഒന്ന് ബ്രേക്ക് ഇട്ടു എന്നുള്ളത് സത്യമാണ്. ഒരു പക്ഷേ ഒന്ന് വലിച്ചു നീട്ടാൻ ശ്രമിച്ചത്. പക്ഷേ
നിലവിൽ SIT അന്വേഷകർ ഇതിനെതിരെ ഒന്നും ചെയ്തില്ല. കാരണം അവർക്ക് വലുത് അവരുടെ പദവിയാണ്. ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഒന്ന് വെള്ളം ചേർത്താൽ തീർച്ചയായിട്ടും CBI അന്വേഷണം വരുവാണെങ്കിൽ ഉദ്യോഗസ്ഥരെല്ലാം പെടും. ഇപ്പൊ ശബരിമല വിഷയത്തിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള പിണറായി സർക്കാരിലെ എല്ലാ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പെട്ടതുപോലെ തന്നെ SIT അന്വേഷണത്തിലും ഈ ഉദ്യോഗസ്ഥർ പെടും. അതുകൊണ്ട് തന്നെ അവരെ കൃത്യതയോടുകൂടി കള്ളം ചേർക്കാതെ തന്നെയാണ് അവർ അന്വേഷിക്കുന്നത്. വാസുവിൽ ഒന്ന് ബ്രേക്ക് ഇട്ടത് എങ്ങനെ അറസ്റ്റ് ചെയ്യും, പല രീതിയിലുള്ള പ്രഷറുകൾ വന്നു. എങ്ങനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഇതാണ്. ഒരുപക്ഷെ വാസുവിൻ്റെ വലങ്കൈ സുധീഷ് കുമാർ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ SITയോട് പറഞ്ഞു. വെള്ളം കുടിച്ച് തന്നെ പറഞ്ഞു, വെള്ളം കുടിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതിൽ തന്നെ CPM ഈ AKG സെൻറ്ററിൽ വല്ലാത്തൊരു പുക വന്നിരുന്നു. കാരണം അടുത്ത ഇനി ഇങ്ങോട്ടേക്കാകാം സാധ്യതയെന്നുള്ളത്. വാസുവിനെ പരമാവധി ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഒന്ന് ആലോചിച്ചു, ആദ്യം കമ്മീഷണറായിട്ട് വരുന്നു, പിന്നീട് പോകുന്നു പ്രസിഡന്റായിട്ട് വരുന്നു. കമ്മീഷണറായിട്ട് ഇരിക്കുമ്പോഴാണ് ചെമ്പെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കുന്നത്, ഈ പറഞ്ഞുവിടാന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ വാസുവിനെ നിയമിക്കുന്നത് തന്നെ അനധികൃതമായിട്ടാണ്. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ നഗ്നമായ ലംഘനം അവിടെ നടന്നു. അതായത് കമ്മീഷണറായിട്ട് IAS ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരെ നിയമിക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. അതിനെ അട്ടിമറിച്ചുകൊണ്ട് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് ഈ പറയുന്ന വാസുവിനെ അവിടെ കമ്മീഷണറായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ ശിങ്കിടിയാണ് വാസു. ഇതിനുശേഷം പിന്നീട് രണ്ടാമത് വരുന്നതും പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായിയുടെ ഒത്താശയോടുകൂടിയാണ് അവിടെ കൊണ്ട് നിയമിക്കുന്നത്. ശരിക്കും ഇതിനകത്ത് വാസുവിലേക്ക് പത്മകുമാർ തിരിച്ചു പറയുമ്പോൾ പത്മകുമാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കുന്ന പത്മകുമാർ ദേവസ്വം പ്രസിഡന്റിനെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഭരണം നടത്തിയിരുന്നത് വാസുവായിരുന്നു. വാസു അധികാരത്തിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതെ അതെ. അപ്പൊ വാസു അവിടെ ഒരു ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയായിരുന്നു. അവിടുത്തെ ഭരണം ശബരിമല മുഴുവനും കീഴടക്കി അയ്യപ്പൻ എൻ്റെ സ്വന്തമാണ്, എൻ്റെ പോക്കറ്റിലാണ് എന്നുള്ള രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയി. ഒരു കാലത്തും ഇതൊന്നും പിടിക്കപ്പെട്ടില്ല. പിടിക്കപ്പെട്ടാൽ എൻ്റെ സുഹൃത്ത് പിണറായി വിജയൻ എന്നെ സഹായിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇത്. ഇനി ഇതിൻ്റെ വിഹിതങ്ങൾ എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. സുരേഷ് കുമാറിന്റെ തന്നെ കാര്യത്തിൽ വരുമ്പോൾ അവിടുത്തെ ഏരിയ തല പാർട്ടി ഓഫീസ് സഹകരണ സംഘവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പണം ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുമാത്രമല്ല, ഗുരുതരമായ ഒരു വിഷയം വരുന്നത് അടൂരിലെ ഒരു സഹകരണ ബാങ്കിൽ കൊള്ളയുടെ മുതൽ കൊണ്ട് പതുക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇനി നേരെ പോകുന്നത് AKG സെന്ററിൽ തന്നെയാണ്. ഇതിന്റെ വിഹിതങ്ങൾ ആരൊക്കെ പറ്റിയിട്ട് വാസുവിന് SIT ഇപ്പൊ 2 ദിവസം ചോദ്യം ചെയ്തു. ഇന്നാണ് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്തതിൽ നിന്ന് തന്നെ അവർക്ക് പ്രതിയാണ്, 3ാം പ്രതിയായിട്ട് തന്നെ ഇട്ടേക്കുവാണ്. അത് മാത്രമല്ല കൃത്യമായിട്ട് പ്രതിയാണ് എന്നുള്ളൊരു നീക്കം അവർക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവരിപ്പോൾ ഈ അറസ്റ്റ് ചെയ്തിരിക്കുക. അല്ലാതെ ചുമ്മാ അറസ്റ്റ് ചെയ്തില്ലോ. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ എഴുതി വാങ്ങിക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. കസ്റ്റഡിയിൽ എഴുതി വാങ്ങിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പ്രതിയാണ് എന്നുള്ളൊരു ഇത് SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വാസുവിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആചാര ബാഹുക്കളായിട്ടുള്ള എല്ലാവരും വെള്ളം കുടിച്ചു ഈ ഒരു മൊഴിയെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. വാസുവിന് അത്ര നേരം ഒന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ 2 ദിവസത്തെ ചോദ്യം ചെയ്യലായിരിക്കത്തില്ല. കൃത്യമായിട്ട് വെള്ളം കുടിപ്പിച്ച് തന്നെ ചോദ്യം ചെയ്യും. അങ്ങനെയെങ്കിൽ ഇനി ആരുടെയൊക്കെ പേരാണ് പുറത്തു വരുന്നത്? ഒരു പക്ഷേ ഇനി നേരെ പോകുന്നത് കടകംപള്ളിയിലേക്ക് തന്നെയായി. കടകംപള്ളി ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പിണറായിയുടെ ഈ ഒരു സർക്കാർ നിലം പരിശായി എന്നത് തന്നെയാണ്. ഇപ്പോൾ വാസുവിനെ കസ്റ്റഡിയിൽ എടുത്തതോടെ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ രാജിവെച്ച് പോകേണ്ട സമയം കഴിഞ്ഞു. ഒന്നാലോചിച്ചു, സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള നിരവധി പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വാസു അതിൻ്റെ പ്രധാന വ്യക്തിയാണ്, പ്രധാന ആളാണ്. വാസുവിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വരെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത രീതിയിലാണ്. ഇനി നേരെ പോയത് ഇപ്പോൾ പ്രശാന്തിലേക്കുണ്ട്. ഇതിനിടയിൽ ഇത്രയും സംഭവിച്ചിട്ട് പോലും അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്ന പിണറായി വിജയന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. എപ്പോഴും രാജിവെക്കണം അല്ലേ? അറ്റ്ലീസ്റ്റ് ദേവസ്വം മന്ത്രിയെങ്കിലും രാജിവെക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? കടകംപള്ളി കൃത്യമായിട്ട് MLA സ്ഥാനത്ത് ഇപ്പോഴും ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഇത് മാറി നിൽക്കുമോ? അന്വേഷണം തുടരട്ടെ, മാറി ഇത്രയും എത്തിയിരിക്കുകയാണ്. കടകംപള്ളി ഉള്ള സഭയിലാണ്, മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇത്രയും വന്നിട്ട് പോലും പിണറായി വിജയൻ നമോഭാഗം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് അതിശയം. പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് വിശ്വാസികൾക്ക് നേരെയുള്ള ഒരു ആക്രമണം തന്നെ, കടന്നുകയറ്റമല്ല, ഒരു അന്യായ ഒരു ഇതായിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്നറിയാവുന്ന ഒരാളാണ് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നിന്ന് ഞാൻ വിശ്വാസം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ടാണ് ഭക്തൻ എന്താണ്
എന്നുള്ളത് പിണറായി വിജയൻ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതായിരിക്കണം ഭക്തൻ. അയ്യപ്പന്റെ മുതൽ സുരക്ഷിതമായിട്ട് സ്വന്തം പോക്കറ്റിലേക്ക് മാറ്റുന്നതാണ് യഥാർത്ഥ ഭക്തി എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കും. ഇത് മാത്രമല്ല, ഈ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വാസുവിനെ ആദ്യം നമ്മൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണുന്നത് വിവാദം വന്നപ്പോൾ ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു, ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അതായത് ഈ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയായിരുന്നു. അതായത് അവിടെ കൊള്ള നടക്കുന്ന സമയത്ത് ഞാനവിടെ അധികാരത്തിലുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ നേരിട്ട് മറ്റേ പത്മകുമാറിൻ്റെ നെഞ്ചത്തോട്ടങ്ങ് വെച്ചു കൊടുത്തു. പക്ഷേ 2019 മാർച്ചിലാണ് ഈ കൊള്ളയുടെ ഈ പറയുന്ന പോലെ തന്നെ അത് ചെമ്പാണ് എന്ന് എഴുതി കൊടുക്കുന്നത്. മാർച്ചിൽ തന്നെ മൂപ്പര് ഇറങ്ങുകയും ചെയ്തു അവിടുന്ന്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആയിപ്പോയി. കാരണം അവിടെ ഞാൻ ഇല്ലല്ലോ, ഇറങ്ങിയല്ലോ ഞാൻ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ കൃത്യമായി SIT അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ പൊക്കി. അതായത് അവിടുന്ന് പലതവണ ദേവസ്വം ബോർഡിനോട് രേഖകൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നു. അവസാനം SITക്ക് തന്നെ അവിടെ കയറി രേഖ എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായി ഏത് കാലം തൊട്ട് ഏത് കാലഘട്ടം വരെയാണ് വാസു ഇരുന്നത് എന്നൊക്കെ ഉള്ളത്. അടപടലം പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് ഇന്നിപ്പോ കസ്റ്റഡിയിൽ എടുത്താലും വാസു പറയും ഇത് ഞാനാ ചെയ്ത്, എന്തായാലും ചെയ്തു. അവിടെയാണ് നമ്മൾ എനിക്ക് ഇപ്പൊ മുരാരി ബാബു എന്താ പറഞ്ഞേ, ഇന്ന ആള്. സുരേഷ് കുമാർ എന്താ പറഞ്ഞേ, വാസുവിലേക്ക്. അപ്പൊ ഓരോരുത്തർ ലിങ്ക് ചെയ്ത് വരും. അപ്പൊ വാസു പറയും ഇതെല്ലാം ഞാനാണ്. അല്ല, അത് സാധ്യതയുണ്ട്. കാര്യം നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വാസുവിനെ അങ്ങ് വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ കാണണം വാസു ഒന്നെങ്കിൽ എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു പേര് വാസുവിൽ നിന്ന് വരാൻ സാധ്യതയില്ല. നമ്മൾ ശിവശങ്കറിന്റെ കണ്ടു കഴിഞ്ഞതാണല്ലോ. ഇല്ല പ്രശോഭ, അതിനൊരു കാരണമാണ്. നമ്മൾ വേറെ ഏതെങ്കിലും കള്ളത്തരോ അഴിമതിയൊക്കെ നടത്തിയാലും സ്വന്തമായിട്ട് ഇപ്പൊ ശിവശങ്കറിന്റെ കാര്യം തന്നെ, അത് ആ അഴിമതി നടത്തിയാൽ അത് രാഷ്ട്രീയപരമായിട്ടുള്ള അഴിമതി, അത് വിഷയമില്ല. പക്ഷെ അതിനേക്കാളും അപ്പുറമാണ് ഒരു വിശ്വാസം. ഒരു ആരാധനാലയത്തിന് കട്ടുമുടിച്ചു എന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബം മാത്രമല്ല, വരും തലമുറ വരെ അത് എന്നുള്ളൊരു പേരുദോഷം, ദൈവത്തെ കട്ടവൻ എന്നുള്ളൊരു പേരുദോഷം, അതൊക്കെ കേൾക്കുമെങ്കിലും തൊട്ടപ്പുറത്ത് CPM എന്നൊരു പേടിയില്ലാത്ത മനുഷ്യനുണ്ടാകുമോ? അപ്പോൾ അതും കാണണം. എന്തായാലും വാസു ഇനി ആരുടെയെങ്കിലും പേര് പറയുമോ എന്നുള്ളത് നമുക്ക് കാണണം. എന്തായാലും കൃത്യമായി വാസു ചാവേറാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.